മീങ്കര കന്നിമാരി റോഡ് തകർച്ച ജനജീവിതം താളം തെറ്റുന്നതായി പരാതി. അടിയന്തര പരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ സമരത്തിനൊരുങ്ങുന്നു. മീങ്കര കന്നിമാരി റോഡ് തകർന്നതോടെ പ്രദേശവാസികൾ കടുത്ത യാത്രാ ദുരിതം നേരിടുന്നു. താലൂക്ക് ആസ്ഥാനമായ ചിറ്റൂരിലേക്കുള്ള എളുപ്പ വഴികളിലൊന്നായ ഈ റോഡ് ഇപ്പോൾ പൂർണ്ണമായും അപകടാവസ്ഥയിലായിരിക്കുകയാണ്. ദിവസേന നൂറുകണക്കിന് ആളുകൾ ആശ്രയിക്കുന്ന ഈ പാതയുടെ ദയനീയാവസ്ഥ പ്രദേശത്തെ ജനജീവിതം താളം തെറ്റിക്കുന്നതായി പ്രദേശവാസികൾ പറഞ്ഞു. പ്രത്യേകിച്ച് മീങ്കര ഡാം പ്രദേശത്തുള്ളവർക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ ആശുപത്രികളിലേക്കും മറ്റു പ്രധാന കേന്ദ്രങ്ങളിലേക്കും എത്താൻ ആശ്രയമായ ഏക റോഡാണിത്. മഴക്കാലത്ത് റോഡിലെ കുഴികളിൽ വെള്ളക്കെട്ടുണ്ടാവുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പലപ്പോഴും വാഹനങ്ങൾ വഴിമധ്യേ കുടുങ്ങുന്നതും അപകടത്തിൽപ്പെടുന്നതും സാധാരണ സംഭവമായി മാറിയിരിക്കുകയാണ്. മീങ്കര ഡാമിലെ മണലെടുപ്പുമായി ബന്ധപ്പെട്ടും മറ്റും ഭാരവാഹനങ്ങൾ നിരന്തരം ഈ റോഡിലൂടെ കടന്നു പോകുന്നതാണ് തകർച്ചയ്ക്ക് പ്രധാന കാരണമെന്നാണ് പ്രദേശവാസികളുടെ ആരോപണം. ഞങ്ങളിവിടെ മീങ്കര സ്വദേശികളാണ്. ഞാൻ മത്സ്യത്തൊഴിലാളിയാണ്. മീങ്കര ഡാമിൻ്റെ മുതലമുട ഗ്രാമപഞ്ചായത്തിലെ മത്സ്യത്തൊഴിലാളിയാണ്. ഈ പോകുന്ന റൂട്ട് നമ്മുടെ കന്നിമാരി ഗോവിന്ദപുരം കന്നിമാരിക്ക് ഷോർട്ട് കട്ടും SC/ST അധികം ഇരിക്കുന്ന വീടുകൾ നിറഞ്ഞതും ഉള്ള സ്ഥലമാണ്. ഈ റോഡുകൾ ഈ ഡാമിൻ്റെ ഇറിഗേഷൻ മണലെടുപ്പ് മൂലം മറ്റു വലിയ വലിയ വാഹനങ്ങൾ പോയിട്ട് ഇത് കംപ്ലീറ്റും പൊളിഞ്ഞ് നശിച്ച് അന്തേവാസികൾക്ക് ഒരു ആശുപത്രി പോകാനോ സ്കൂൾ കുട്ടികൾ വരാനോ പറ്റാത്ത വിധമായിട്ടുള്ള റോഡായി മാറിയിരിക്കുകയാണ്. റോഡ് നിർമ്മാണത്തിനും പരിപാലനത്തിനും വേണ്ട നടപടി വൈകിയതും പ്രശ്നം ഗുരുതരമാക്കിയതായി നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പൊതുമരാമത്ത് വകുപ്പ് അധികൃതരും ഉത്തരവാദിത്വം പരസ്പരം കൈമാറി ഒഴിഞ്ഞുമാറുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും പ്രദേശവാസികൾ ആരോപിക്കുന്നു. ഇതോടെ റോഡ് പുനർനിർമ്മാണം അല്ലെങ്കിൽ അടിയന്തര അറ്റകുറ്റപ്പണി സംബന്ധിച്ച തീരുമാനങ്ങൾ നീളുകയാണ്. തിരഞ്ഞെടുപ്പ് കാലത്ത് വിവിധ രാഷ്ട്രീയ നേതാക്കൾ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും നടപ്പായില്ലെന്നും പ്രദേശവാസികൾ കുറ്റപ്പെടുത്തുന്നു. ഇലക്ഷൻ വരുന്ന സമയത്ത് പല രാഷ്ട്രീയ നേതാക്കന്മാരും വന്നിട്ട് ഇവിടെ എല്ലാം ചെയ്തു തരാം, അത് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് വാഗ്ദാനങ്ങൾ പാഴ്വാഗ്ദാനങ്ങളും പറഞ്ഞ് പോയവർ മാത്രമേ ഉള്ളൂ. ഇതേവരെ ഒരു തീരുമാനങ്ങളും ഇവിടെ ആയിട്ടില്ല. ജനങ്ങൾ അതീവ ഗുരുതരമായിട്ടുള്ള ബുദ്ധിമുട്ടുന്ന ഒരു വഴിയാണ്. നമുക്ക് ചിറ്റൂർ കോടതി, മുനിസിപ്പാലിറ്റി, അതുപോലെ മറ്റുള്ള സിവിൽ സ്റ്റേഷൻ അങ്ങനെയുള്ളതെല്ലാം നമ്മൾ ഈ ഷോർട്ട് വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതൊരു സമയത്ത് ഇവിടെ ഒരു മരണം കൂടി പെട്ട ഒരു CK പണിമല ഒരാൾ അറ്റാക്ക് വന്ന് നമ്മൾ ആശുപത്രി കൊണ്ടുപോകുന്ന സമയം ആംബുലൻസ് വരാൻ വൈകിയത് കൊണ്ട് ആൾ മരണപ്പെടുകയും കൂടി ചെയ്തു. ഈ റോഡിൻ്റെ അവസ്ഥ ഗവൺമെൻറ് നല്ല രീതിയിൽ ഇതിൽ ശ്രദ്ധയിൽപ്പെടുത്തി ഈ റോഡ് അതിഗുരുതര അവസ്ഥയിൽ നിന്ന് മാറ്റണമെന്ന് ഇവിടുത്തെ പൊതുജനങ്ങളും ഞങ്ങളെല്ലാവരും കൂടിയുള്ള ആവശ്യമായിട്ടുള്ള ഇതാണ്. ഇല്ലെങ്കിൽ ഇത് ഞങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് സമരത്തിൽ പോകാനുള്ള തയ്യാറെടുപ്പോടു കൂടിയാണ് ഞങ്ങളെല്ലാവരും കൂടിയുള്ള തീരുമാനങ്ങളാണത്. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ എല്ലാവരും മറക്കുന്നു. പ്രശ്നത്തിനുടൻ പരിഹാരം ലഭിച്ചില്ലെങ്കിൽ പ്രധാന പാത ഉപരോധം ഉൾപ്പെടെയുള്ള ശക്തമായ പ്രതിഷേധങ്ങൾക്ക് നാട്ടുകാർ തയ്യാറെടുക്കുകയാണ്. UTV ന്യൂസ്, പാലക്കാട്.